ടീം കുലംകുത്തികൾ. നിലവിലുള്ള UDFിൻ്റെ പ്രവർത്തനം കണ്ട് ജനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ജനങ്ങൾ വിളിക്കുന്ന പേരാണ് ടീം കുലംകുത്തികൾ. കാരണം ഈ കുലംകുത്തികൾ മത്സരിച്ച് കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രവർത്തിക്കുന്നു. അതുപോലെ പിണറായി വിജയന് മൂന്നാമതും തുടർഭരണം ലഭിക്കുവാൻ വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. അതിൻ്റെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ലൈവ് എക്സാമ്പിളുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയിക്കുവാൻ സാധ്യതയുള്ളവരെ പാർട്ടിയിൽ നിന്നും ആട്ടി പുറത്താക്കുന്നു, പാരവെച്ച് ഒതുക്കുന്നു. അതുപോലെ യാതൊരു കാരണവശാലും ജയിക്കുവാൻ സാധ്യതയില്ല, പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ആളുകളെ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളാക്കി വെക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ BJPക്ക് ജയിക്കുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതിന് പറ്റാവുന്ന തരത്തിലുള്ള ഗുണവും മണവുമില്ലാത്ത സ്ഥാനാർത്ഥികളെ ഇട്ടുകൊടുക്കുന്നു. ഇത്രയും ദിവസമായിട്ടും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ടും അവർക്കൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുവാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ടീം UDF ആണ്, ടീം ഒറ്റക്കെട്ടാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് യാതൊരു ഐക്യവും ഈ മുന്നണിയിൽ കാണാൻ സാധിക്കുന്നില്ല. ഇത് ഐക്യജനാധിപത്യ മുന്നണിയല്ല, അനൈക്യ ജനാധിപത്യ മുന്നണിയാണ്, കുലംകുത്തികളുടെ ഒരു ടീമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ തേൻകണിയിൽപ്പെടുത്തി അയാളെ ഇല്ലായ്മ ചെയ്ത് രാഷ്ട്രീയമായി ഇല്ലാതാക്കുവാനുള്ള ആ ശ്രമങ്ങൾ കണ്ട് അതിനെതിരെ രാഹുലിൻ്റെ നീതിക്കായി നമ്മൾ ആരംഭിച്ച ആ മിഷൻ 250യുടെ 155-ാം ദിനമാണ് ഇന്ന്. നമ്മൾ ആദ്യമേ ആരംഭിച്ച ആ 60 ദിനം കൂടി ചേർത്ത് 215 ദിവസം പിന്നിടുന്നു നമ്മുടെ ഈ ക്യാമ്പയിൻ. ഈ 215-ാം ദിനം ITV ന്യൂസ് റിയാക്ട് 4-ലേക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ആ പ്രതികരണം കേട്ട ശേഷം മടങ്ങി വരാം. എന്റെ പേര് ബാലകൃഷ്ണൻ. ഞാൻ മലമ്പുഴയാണ്. രാഹുലിന്റെ വീഡിയോ ഒക്കെ താങ്കൾ ചെയ്തത്, താങ്കൾക്ക് എത്രയും സമയം കിട്ടുന്നത് ഇന്നൊക്കെയാണ്. ഇന്ന് ഫുള്ളായിട്ട് നിങ്ങളുടെ ITV ന്യൂസ് കാണുകയായിരുന്നു. നിങ്ങളൊക്കെ എങ്ങനെ കേരളത്തിൽ കൂടെ നിങ്ങൾ സഞ്ചരിക്കും? അത്രയും സെക്യൂരിറ്റിയും ഇത്ര ഇതൊക്കെയുള്ള കരിങ്കൊടി കാണുമ്പോൾ വിറയ്ക്കുന്ന, അങ്ങനെ കരിങ്കൊടി കാണിക്കുമ്പോൾ മറ്റേ വിറയ്ക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെയാണ് നമ്മൾ പിന്നെ എന്തായാലും നിങ്ങൾക്ക് ശരിക്കും ഡബിൾ ചങ്കാണെന്നാ ഞാൻ പറയുന്നത്. എന്തായാലും സമ്മതിച്ചിരിക്കുന്നു ഇത്രയും ഒരു ഇത് ചെയ്യാനായിട്ട്, ഇത്രയും തൻ്റെടും അറിവും ഒക്കെ തന്നത്. എന്തിനാണ് ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും ചാനലുകളൊക്കെ ഇത്രയും വാർത്ത കൊണ്ടുവന്നു? അതും പൊതുജനമായ പബ്ലിക്കിന്റെ അതുകൂടെ കേൾക്കാനുള്ളൊരു താല്പര്യം താങ്കൾക്കുണ്ടല്ലോ. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ആൾക്കാർ. അപ്പം ഞാൻ താങ്കളെ പൂഴ്ത്തല്ല, താങ്കളുടെ ചാനൽ കാണും, ITV ന്യൂസ് കാണും. രാഹുലിന് വല്ല രക്ഷയുണ്ടാവുമോ? രാഹുൽ നിന്നാ ജയിക്കും, 100% യുവമാർ കനിവ്. എന്റെ മോനെ, ഈ ജനങ്ങളുടെ കനിവ് തേടി ഇറങ്ങുന്ന യുവമാരെ ജയിപ്പിക്കാനുള്ള മനസ്സ് ജനങ്ങൾക്കുണ്ടെങ്കിൽ ജനങ്ങൾ ഈ രാഹുലെ ജയിപ്പിക്കാതിരിക്കുവോ? അതല്ലേ രാഹുൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ തന്നെ താങ്കൾ എഴുതി കിട്ടോ, എന്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്. നിങ്ങൾ ഒരു 5000 വോട്ടിന് ഇല്ലെങ്കിൽ BJP അവിടെ പുഷ്പം പോലെ ജയിച്ചു പോവും. ഇപ്പൊ പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥി ആ മണ്ഡലം പിടിക്കാനില്ല, അല്ലെ ഷാഫി വന്ന് നിൽക്കണം. ഷാഫി കഴിഞ്ഞും ഇതാണ്. ഇത് ഇവന്മാരുമായിട്ട് കൃത്യമായിട്ട് BJP ആയിട്ടും അതുപോലെ ഇടതുപക്ഷവുമായിട്ട് ഇവന്മാര് കൃത്യമായ ധാരണയുണ്ടാക്കി പരമാവധി BJPക്ക് നേടാൻ പറ്റാവുന്ന സീറ്റുകളിൽ പരമാവധി BJPയെ വിജയിപ്പിക്കുക. അതുപോലെ പിണറായി വിജയൻ എങ്ങനെയെങ്കിലും തുടർഭരണം ഉണ്ടാക്കി പിണറായി വിജയനെ കയറ്റുക എന്ന ലക്ഷ്യത്തിലാണ് ഇവന്മാര് പോകുന്നത്. ഇത് ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല ഈ യാഥാർത്ഥ്യം. അല്ല, ഇപ്പൊ ഈ രാഹുലുമായിട്ട് ബന്ധപ്പെടാൻ എന്താ മാർഗം? രാഹുലിന്റെ 2-3 നമ്പറിലും രാഹുൽ താങ്കളെ വിളിച്ച ഫോൺ എടുക്കുമോ? ഞാനൊന്നും ആളെ വിളിച്ചിട്ടില്ല, വിളിക്കാറുമില്ല. നമ്മളെന്തിനാ വിളിക്കണം? നമ്മളൊരു നിലപാടിന്റെ പുറത്ത് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലാതെ ഫോൺ വിളിച്ചിട്ട് ഞങ്ങള് സപ്പോർട്ട് ചെയ്തോട്ടെ അല്ല അയാളുടെ അനുവാദം ചോദിച്ചിട്ടോ ഒന്നുമല്ല. നമ്മൾ എന്താ പറയുന്നത്, ഒരു നീതിനിഷേധം ഉണ്ടായി എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നു. അത് അയാള് റെസ്പോണ്ട് ചെയ്യുവോ ഫോൺ എടുക്കുവോ എന്നുള്ളതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അല്ല, സ്വതന്ത്രനായിട്ടൊന്ന് വന്ന് നിന്നാലും മതിയായിരുന്നു. പാലക്കാട് സ്വതന്ത്രനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പിന്നെ വലിയ വലിയ സംഘടനകളുടെ ഒക്കെ സപ്പോർട്ട് കൊടുക്കായിരുന്നു. അപ്പൊ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ, അതുവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കാം, അറിയില്ല. അപ്പൊ അല്ല, ഞാൻ ഇന്ന് വിളിച്ചു അവിടെ രാഹുല്, എന്റെ ഫാദറിന്റെ നാട് ചെങ്ങന്നൂരാണ്. അപ്പൊ ഞാനിന്ന് വിളിച്ചപ്പോ അവിടുത്തെ പിന്നെ കൺവീനറെ വിളിച്ചു, UDFന്റെ കൺവീനർ പത്തനംതിട്ട അടൂര്. അപ്പോ
പുള്ളിക്കാരൻ പറഞ്ഞു സീറ്റ് കൊടുക്കില്ല, തുഷാരടിക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സീറ്റ് പോകും പറഞ്ഞു. ഇപ്പൊ എന്റെ കയ്യിലൊന്നും അല്ല, എന്നാലും ആൾക്കാർ സ്ത്രീകളാണ് കൂടുതൽ വോട്ട് ചെയ്യുക. അല്ലാതെ ഇത് ഇപ്പം കുടുക്കിയതാണെന്നും ആ സതീശൻ എങ്ങനെയും ഒന്ന് തോറ്റു കിട്ടിയാൽ മതിയായിരുന്നു. ഇവര് തമ്മിലുള്ള അന്തർധാരം നോക്കിയേ. CPIയുടെ കയ്യില് അവിടെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ സതീശന് ജയിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഇട്ട് കൊടുത്തേക്കല്ലേ, കണ്ടില്ലേ? അല്ല, അപ്പൊ ഭയങ്കര അന്തർധാരയാണ്. എന്നൊക്കെ ഞാൻ മലമ്പുഴ പാലക്കാട്ടുകാരനാണ്. ചെന്നിത്തലയും കെ മുരളീധരൻ, അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടു കേട്ട് വളർന്നവരാണ്. ഇപ്പൊ അവർക്കൊന്നും കുഴപ്പമില്ല. ഈ രാഹുലിന് മാത്രം ഈ പ്രശ്നമുള്ളെന്ന് പറഞ്ഞാൽ അത് വ്യക്തമല്ലേ? അയാളുടെ രാഷ്ട്രീയ ജീവിതം തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൃത്യമായിട്ട് കോൺഗ്രസുകാർ ഒരിക്കൽ കെണിയാണ്. അതുകൊണ്ടാണ് അവർ അവനെ യാതൊരു കാരണവശാലും തിരിച്ചെടുക്കത്തില്ല, അവനെ ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ അവനെ സമ്മർദ്ദത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും ഞങ്ങൾക്കെതിരെ നിന്നാൽ തീർത്ത് കളയും എന്നുള്ള ഏതോ ഒരു കാര്യത്തിൽ രാഹുൽ ഭയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നല്ല ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, അവനോട് വളരെ അടുപ്പമുള്ള ആൾക്കാരോട് പറഞ്ഞു, വന്ന് നിൽക്കാൻ പറ, സ്വതന്ത്രനായിട്ട് നിന്നാൽ മതി. പാലക്കാട്ടുകാർ അവനെ കൈവിടില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പക്ഷെ അവനെ കിട്ടുന്നുമില്ല. അവനെ ആകെപ്പാടെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പക്ഷെ അവന്റെ ഇലക്ഷനൊക്കെ ഞാൻ പോയി വർക്കൊക്കെ ചെയ്ത് നേതാക്കന്മാരൊക്കെ വന്ന് ഞങ്ങളുടെ ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ CPMകാരും അല്ല, സജി ചെറിയാൻ്റെ ആൾക്കാർ വരെ എന്നെ വിളിച്ചു പറഞ്ഞു, പിന്നെ ഈ രാഹുലിനെ നിയമസഭയിൽ എത്തിക്കുന്നതിനുള്ള ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം, പിണറായി സമ്മതിക്കില്ല, തോപ്പിക്കാനുള്ള വഴിയെല്ലാം നോക്കുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ പറഞ്ഞു. ഗണേഷിന്റെ ഭാര്യ വീട് വിക്ടോറിയ കോളേജിന്റെ അവിടെ ഹിന്ദുമേനോ അല്ല പാലക്കാട്ടുകാരിയാ. അവരുടെ പ്രസ്താവനയൊക്കെ കേട്ടില്ല. ഇപ്പൊ ഈ പിണറായിയുടെ പോലീസ്, ഇപ്പം വേറൊരു വ്യക്തി രാഹുലാണ്, അല്ലെ കോൺഗ്രസിന്റെ ഒരു നേതാവാണ് ഈ ഭാഗത്തല്ലേ. അല്ല, എന്തൊരു നീതിയാണെന്നുള്ളതാണ് ഓർക്കുന്നത്. ഭയങ്കര അവരുടെയൊക്കെ തൊലിക്കെട്ടി വല്ലാത്തൊരു തൊലിക്കെട്ടിയാ. എന്ത് ചെയ്യാം, നല്ല നല്ല വാർത്തകൾ ഉണ്ടാകട്ടെ. താങ്കളെ സർവീസിന് ധാരാളം അനുഗ്രഹിക്കട്ടെ, തലമുറകളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു ചാനലെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെ ലോകം സത്യം അറിയും? എല്ലാവരും കാശ് മേടിച്ച് അതിന്റെ പുറകെ പോകാൻ. ഞാൻ ബോംബെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ വെച്ചില്ലല്ലോ പാലക്കാട്ടവര്. ഇവന്മാര് കോൺഗ്രസിനെ മുടിപ്പിക്കാൻ നിൽക്കുവല്ലേ. ഒരു സൈഡിൽ കൂടെ പരമാവധി BJP ജയിപ്പിക്കാനും പിണറായിക്ക് മൂന്നാം തുടർഭരണം ഒരുക്കുവാനും ആയിരങ്ങൾ അച്ചാരം മേടിച്ച് ഇതിനെ തോപ്പിക്കാൻ ഇറങ്ങിയേക്കുവാണ് ഇവന്മാര്. അയാളെ ജയിപ്പിക്കോ പാലക്കാടുകാര്? എന്തോ അയാളുടെ പേരെന്തോ സിനിമാക്കാരനെ? അവരെ 8 നില തോപ്പിക്കും. BJPക്ക് അവിടെ സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി BJP സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ച് അവിടെ BJPക്ക് സീറ്റ് ഒരുക്കാനായിട്ട് അവിടെ ശ്രമിക്കുന്നു. പരമാവധി BJP ജയിപ്പിക്കാൻ പറ്റുന്നിടത്ത് BJP ഇതാക്കുക, അല്ലാത്ത സ്ഥലങ്ങളിൽ CPM ജയിപ്പിക്കുക. ആയിരക്കണക്കിന് കോടി പ്രാർത്ഥിച്ചു. എന്തോരം മാങ്കൂട്ടത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പാലക്കാട് തന്നെ കിട്ടാൻ വേണ്ടി. അയാളെന്താ പാലക്കാട് ചെയ്യാത്ത മനുഷ്യൻ? നമുക്ക് ഏതായാലും ജനങ്ങൾ വളരെ എന്താ പറയുന്ന ഇയാളെ ഒരു നട്ടലുള്ളവനാണെന്ന് കരുതിയിരുന്ന ജനങ്ങള് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോഴെങ്കിലും ഇയാളെ എന്തെങ്കിലും ഒരു സ്വതന്ത്രനായി മത്സരിക്കുമെന്ന പ്രതീക്ഷയിരിക്കുക. അതോടുകൂടി ഇല്ലെങ്കിൽ അവന്റെ കഥ കഴിഞ്ഞു. അവൻ പിന്നെ രാഷ്ട്രീയത്തിലില്ല. അതെ 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 അവന്റെ രാഷ്ട്രീയ ജീവിതം തീർന്നു. വീട്ടുകാരനെ പറഞ്ഞ പിന്നെ നീ പോകണ്ട, പിന്നെ എന്തിനാ അവൻ ഇങ്ങോട്ട് പോന്നേക്കുന്നേ? സ്വന്തമായിട്ട് നിൽക്കുമോ നമുക്ക് നോക്കാം. അതെ, നമ്മൾ പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ UK ഇടുന്നതാണ്. ബഹുമാനപ്പെട്ട DCC ഭാരവാഹികളും KPCC ഭാരവാഹികളും അവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയും അവരോട് ഈ ഇത് ബോധിപ്പിക്കണം. ഞാനിവിടെ ഒറ്റയ്ക്കല്ല, ഞങ്ങളൊരു 10-25 ഒരു കോൺഗ്രസിലെ പ്രവർത്തകരാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ അഹങ്കാരത്തെക്കുറിച്ച് വലിയ ദുഃഖമുണ്ട്. ഇപ്പോഴിങ്ങനത്തെ ഈ പ്രതിസന്ധിയിലേക്കായിരിക്കുമ്പോൾ തമ്മിക്കിടന്ന് അടിവെച്ചുകൊണ്ട് പ്രശ്നങ്ങളെന്ന് പറയുന്നത് അതൊട്ടും ശരിയല്ല. നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മളൊരു കുടുംബമാണ്. കുടുംബത്തിൻ്റെ അകത്താകുമ്പോൾ അപ്പനും മക്കളും ഒക്കെ ആകുമ്പോൾ നിലവാരത്തിൽ പല പ്രതിസന്ധികളൊക്കെ വരും. അത് നമ്മളുടെ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ നിൽക്കുകയും പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തെ തന്നെ പരിഹരിക്കുകയും അതിനോടൊപ്പം അടുത്തൊരു വിഷയം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള പ്രശ്നത്തിന്മേൽ മറ്റൊരു കുടുംബത്തിലുള്ള ഒരു വ്യക്തികളെ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തോട്ട് കയറ്റരുത്, അവന് സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കരുത്. പറഞ്ഞത് മനസ്സിലാക്കുകയാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ടൊന്ന് പറഞ്ഞാൽ, കോൺഗ്രസിൻ്റെ അകത്ത് മത്സരിക്കാൻ MLA-മാരുണ്ട്, MP-മാരുണ്ട്. നല്ല യൗവനക്കാർ നല്ല കഴുകനെ പോലെ കുതിച്ചു വരേണ്ട യൗവനക്കാർ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് സീറ്റ് കൊടുത്തതിന് ശേഷം മതി അടുത്ത പാർട്ടി നാരങ്ങ് വരുന്നെങ്കിൽ കയറ്റിക്കാനായിട്ട്. ഇവിടെ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ മക്കളില്ലെങ്കിൽ മാത്രമാണ് മറ്റൊരുത്തിന് നമ്മൾക്ക് സ്ഥാനം കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല. ഈ CPI-ന്നും CPM-ന്നും വരുന്ന ഒരുത്തനെയും നമ്മുടെ കുടുംബത്തിനകത്ത് കയറ്റാൻ പാടില്ല. പിന്നെ
അപ്പോൾ ചോദിക്കും സീതാ കുഞ്ഞമ്മയ്ക്ക് ആ പ്രിയ സഹോദരിക്ക് ഒരു സീറ്റ് കൊടുക്കണം. കാര്യം എന്താ, കഴിവുള്ള പാർട്ടിയാണ്, കഴിവുള്ള ഇന്നും പാർട്ടിക്ക് വേണ്ടി ചങ്കൂറ്റത്തോട് സംസാരിക്കുകയും പാർട്ടിക്കാർക്ക് വേണ്ടി ഇടപെടുകയും അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൻ്റെ അകത്തുള്ളവർക്ക് തന്നെ ആ സിസ്റ്ററിനെയും കുടുംബത്തിൻ്റെ അകത്തുള്ളവരെന്നെ കണക്കാക്കണം. കാരണം നല്ലത് തന്നെ എന്ന് പറയണം. ബാക്കിയുള്ളവരൊന്നും സീറ്റ് കൊടുക്കാൻ പാടില്ല. നമ്മുടെ പാർട്ടിക്കകത്ത് ഇവിടെ കോൺഗ്രസിനകത്ത് ചെറുപ്പക്കാരില്ലേ, അവർ ഈ അടിയും ഇടിയും തല്ലും ചമക്കും എല്ലാം കൊണ്ടും അവരും കടന്ന് കഷ്ടപ്പെട്ടതില്ല. അവർ മുന്നേറി വരട്ടുന്നേ. നമ്മുടെ പാർട്ടി ഈ പയ്യന്മാരെല്ലാം മുന്നേറി യൗവനക്കാരന്മാർ വരട്ടുന്നേ. പാർട്ടി കിളവന്മാരെയൊക്കെ കൊടുക്കുന്ന അവരെയൊക്കെ ഒഴിപ്പിക്കണമെന്നല്ല, ബാക്കി വരുന്ന സീറ്റുകളിൽ കുറവുള്ള സീറ്റിന് മറ്റേ പാർട്ടിയിൽ നിന്ന് CPM ഒരുത്തരെയും കയറ്റില്ല. യാതൊരു വില്ലനെയും ആരും സഹകരിക്കും. അവരുടെയൊക്കെ സപ്പോർട്ട് പിടിച്ച് ഞാൻ മന്ത്രിയാകാം, ഞാൻ MLA, ഞാൻ MP ആകാം, ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രി ആകാം എന്നുള്ള ആ നിലവാരമുള്ളവനെയും അവനെ എങ്കിലാണെങ്കിൽ അവർക്ക് പണി കിട്ടും. ഏതെങ്കിലും നിലവാരത്തിൽ അവർക്ക് പണി കിട്ടും. നമ്മൾ പല മേഖലയിലുള്ളവരാണ്. പല മേഖലയിലുള്ളവർ ഈ UK നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു വാക്കുകളാണ്. അതുകൊണ്ട് മാന്യം മര്യാദയായി പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ പാർട്ടിക്കകത്തിന് നിങ്ങൾ ചർച്ച ചെയ്ത് അത് നേതാക്കന്മാർ ഇടപെട്ട് ഐക്യതയോട് ആർക്കും വിദ്വേഷം കാണിക്കരുത്. ഇവിടെ 4 പെണ്ണ് പിടിച്ചവരും 10 പെണ്ണ് പിടിച്ചവരെയും സ്വന്തം ഭാര്യ കംപ്ലൈൻറ്റ് ചെയ്തവരും അവരെയൊക്കെ ചേർത്ത് അവൻ്റെ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്മാർ അവനെ സ്നേഹിച്ച് അവനെ ആദരിച്ചും അവന് സീറ്റ് കൊടുക്കാമെന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ അകത്തുള്ള മക്കൾ നിങ്ങൾ തെറ്റിയടിച്ച് അവന് ക്ഷമിച്ച് അവൻ അധികാരത്തിൽ കൊണ്ടുവന്നൂടെ? അവന് എതിരായിട്ട് നിൽക്കുന്ന എന്തിനാ? വളരെ ദുഃഖമുണ്ട്, വളരെ 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 ദുഃഖമുണ്ട്. ദയവ് ചെയ്ത് ആ സംഭാഷണമെല്ലാം മാറ്റി ഈ KPCC പ്രസിഡന്റുമാരോടും DCC പ്രസിഡന്റ് ഭാരവാഹികളോടൊക്കെയും സംസാരിച്ചുകൊണ്ട് ഇതിനൊരു പ്രത്യേക ഒരു മാറ്റമുണ്ട്. വടക്കോട്ട് ശരത്ലാലിനെ മറ്റേ പയ്യനെയും 2 പയ്യന്മാരെ കൊന്നു. ഇവനെയൊക്കെ എന്തെല്ലാം രീതികൾ അവന്മാർ കൊന്നു കളഞ്ഞു. അവർ നമ്മുടെ പാർട്ടിക്ക് യൗവനക്കാരെ പിള്ളേരല്ലേ, എത്രയോ വർഷം അവർ ജയിപ്പിക്കേണ്ടത്. അവൻ്റെ കുടുംബത്തിൽ നിന്ന് കഷ്ട കണ്ട. അപ്പം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള പിള്ളേരുടെ കുടുംബങ്ങളെ പേര് രക്ഷപ്പെടുത്തുള്ളൂ. പാർട്ടിക്ക് വേണ്ടിയല്ലേ അവർ മരിച്ചത്? സ്വന്തം കാര്യത്തിനുണ്ട്, സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല. ഇതുപോലെ പലരും ഉണ്ട്, പലരും കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നമ്മുടെ പാർട്ടിയിലുള്ളവർ തന്നെ അധികാരത്തിലുണ്ട്. മാസ്റ്റർ സാർ ഭരിച്ചപ്പോൾ കണ്ട കള്ള് വിറ്റ്, കഞ്ചാവ് വിറ്റ്, സ്വന്തം ബാങ്കുകൾ കൊള്ളയടിച്ച്, കമ്പനി കൊള്ളയടിച്ച്, എയർപോർട്ട് ഇതെല്ലാം അവർ കൊള്ളയടിച്ച് എല്ലാം കൈവശമാക്കി. ഇനിയെങ്കിലും ഇതിന് മാറ്റം വരുത്തി ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്ന് ഈ വരുന്ന യൗവനക്കാരെയെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് അതിനൊരു മുഖാന്തരം ഒരുക്കി ആ പിള്ളേരെങ്കിലും രക്ഷപ്പെടട്ടെന്ന്. ഈ മെസ്സേജ് ഇടുന്നത് എനിക്കോ നിങ്ങൾക്ക് ജോലി തരാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ ഏജെല്ലാം കഴിഞ്ഞു പോയി. എൻ്റെ മക്കൾക്ക് നിങ്ങളുടെ ജോലിയൊന്നും വേണ്ട, ഞങ്ങളുടെ മക്കൾക്കും ജോലി വേണ്ട. അവരുടെ നിലവാരത്തിൽ ജീവിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, തെറ്റില്ലാത്ത രീതിയിൽ. ഒരു നിവൃത്തിയില്ലാതെ കഴിയുന്ന ഒരുപാട് ചെറുപ്പക്കാരന്മാരുണ്ട്, ഒരുപാട് പഠിച്ച പെൺപിള്ളേരുണ്ട്. വളരെ 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 ദുഃഖമുണ്ട്. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. നമ്മൾ ഐക്യതയോടെ നിന്നില്ലെങ്കിൽ കൈവിട്ടു പോകുന്ന പരിപാടിയായിരിക്കും പാർട്ടിക്ക്. പിന്നെ കേരളത്തിൻ്റെ അകത്ത് കോൺഗ്രസ് കാണത്തില്ല. ഇത് ലാസ്റ്റായിട്ട് ഞാൻ പറയാണ്, കേരളത്തിനകത്ത് കോൺഗ്രസ് പിന്നെ കാണത്തില്ല. പിന്നെ നിങ്ങൾ എത്ര പൊടി പിടിച്ചാലും പിന്നെ കേരളത്തിനകത്ത് കോൺഗ്രസ് കാണത്തില്ല. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് വരാതിരിക്കണമെങ്കിൽ ഐക്യതയോടെ സ്നേഹത്തോടെ നിന്ന് പാർട്ടിക്കകത്തുള്ളവന് മാത്രമേ സീറ്റ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത ഒരുത്തരും കൊടുക്കണ്ട. എത്ര പേര് എന്തിനാ വെല്ലേനെ പിടിച്ച് കയറ്റി വരുന്നത്? വെല്ലവൻ്റെ കുടുംബത്തുള്ള മക്കളെ ഇവിടെ പിടിച്ചു വരുത്താൻ ഇവിടെ മക്കളില്ലാത്തവൻ്റെയാണോ? അൻവറും ചുൻവറും വെട്ടനും വരച്ചനും വെട്ടനും ശശിയും ബിഷിയും കുശിയൊക്കെ ഏവനായ അവന്മാർക്ക് കിട്ടുന്ന വോട്ടിട്ടാണെങ്കിൽ നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് ഇന്ന് കോൺഗ്രസ്സുകാർ എവിടെ കൊണ്ട് യാതൊരു ചൂലിനെ കൊണ്ടിട്ടാലും ഇന്നത്തെ ജനം അവരെ ജയിപ്പിക്കും. കാര്യം 10 വർഷം അവർ അനുഭവിച്ച കഷ്ടതയുണ്ട് ജനം. അത് കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, അയ്യോ ഇവന്മാരെ ഇതുപോലെ തുലപ്പിച്ച് മതിയെന്ന് പറഞ്ഞാൽ പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് കാര്യം നമുക്ക് ഫീൽഡിൽ അറിയുന്നതിൻ്റെ പേരിലാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ അകത്തുള്ള പിള്ളേർക്ക് മാത്രമേ സീറ്റ് കൊടുക്കുള്ളൂ. മറ്റു പുറത്തുനിന്ന് ഒരുത്തരെയും കേട്ടിട്ടുണ്ടെന്ന്. ഒരു ശശിയും വേണ്ട, ഒരു വിഷയും വേണ്ട, ജൂക്കയും വേണ്ട, ഒരുത്തരെയും വേണ്ടെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനും K സുധാകരനും ഒക്കെ ഇവർ സീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു അറിവാണ് വീണ്ടും ഇപ്പോൾ നമ്മൾ പല ചാനലിൽ കൂടി കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളെന്ന് പറഞ്ഞാൽ ഇവർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം. രാഹുലിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഇവരുടെ മുമ്പിൽ അത്ര തരം താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ ചെറുപ്പക്കാരൻ്റെ ഭാവി നഷ്ടപ്പെട്ടു പോകും. അത് വരാതിരിക്കാൻ വേണ്ടി അവർ പിന്നത്തിൽ പാർട്ടി നോക്കിയാൽ മതി, വേണമെങ്കിൽ അവരെടുത്തായി അവർക്ക്. അതല്ലെങ്കിൽ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. K സുധാകരനും പിന്നെ ശ്രീദേവി കുഞ്ഞമ്മയും
ഇവരും കൂടെ ഷാപ്പിയൊക്കെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോഴായിരുന്നു ഇവന്മാർ ഈ പാർണത്തെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയാണ്. ജനത്തിന് പോലും ഷാപ്പിനെ ഇലക്ഷനിൽ നിർത്തിയാണ് വിജയിപ്പിക്കണം എന്നുള്ള ചിന്തയാണ്. പക്ഷേ ഈ VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊന്നും പാടില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു, ഇവരുടെ ഇമേജ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഇവനെയൊക്കെ അധികാരത്തിന് വേണ്ടിയാണ് ഇവന്മാർ നിൽക്കുന്നത്. ഈ കിളവനായിട്ട് കിടക്കുന്ന ഇവന്മാരെയൊക്കെ അധികാരത്തിൽ നിന്ന് മാറ്റിയെടുത്തുകളാണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ പോലുള്ളവർ ചെറുപ്പക്കാരായിട്ടുള്ളവർ വന്നേ പറ്റത്തുള്ളൂ. പിന്നെ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ എത്രയോ പയ്യന്മാർ അടിയും ഇടിയും തല്ലും ചുമയും എല്ലാം കൊണ്ട് കിടക്കുന്നവരുണ്ട്. ഒരു അധികാരം പോലും ഇന്നത് ഇവരെ ലഭിക്കാത്ത പലവരുണ്ട്. പാർട്ടിയിലുള്ളവരെ പിടിച്ച് MLA സ്ഥാനത്ത് നിർത്തിയാൽ പോരെ. കമ്മ്യൂണിസ്റ്റ് വന്ന് അടിച്ചു കയറി വരുന്നവന്മാർക്ക് സീറ്റ് കൊടുക്കാനാണ് ഈ ഇന്നലെ വരെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് അടിയും തല്ലും പോലീസുകാരുടെ കേസുമായി കിടന്ന് ജീവിതങ്ങളിൽ നിന്ന് കഷ്ടപ്പെടുന്നത്. ഇന്ന് പാർട്ടിക്ക് വേണ്ടി എത്രയോ പേര് അടിയിടിയും കൊണ്ട് പ്രേതമായി മരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് എത്രയോ കുടുംബങ്ങൾ അനാഥരായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവരാരും പാർട്ടി ഇവരെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നില്ല. സമൂഹം ഉണ്ടെങ്കിലേ ഇവർക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് VD സതീശനോട് പ്രത്യേകിച്ച് തന്നെ കേൾക്കാൻ വേണ്ടി പറയാണ്. പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെയൊക്കെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ചിറയൻകീഴാണ് എൻ്റെ സ്ഥലം. അപ്പോൾ പുള്ളിക്കാരനോട് വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് അയാളുടെ അടുത്ത് ഒരു വിഷയമില്ല. ഞാൻ അയാളുടെ നല്ലൊരു ഞാനൊരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ നല്ലൊരു ആത്മീയം എന്നുള്ള നിലവാരത്തിലാണ് കണ്ടത്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കാശും വാങ്ങിച്ചുകൊണ്ടുള്ള പരിപാടിയായിരിക്കണം. അതല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ എത്രത്തോളം ഇവരിങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ഭാവി നഷ്ടപ്പെടുത്തിയാൽ അതിൻ്റെ ശാപമായിരിക്കും ഇവർക്ക് കിട്ടാനുള്ളത്. ആര് അവൻ്റെ ഭാവി നഷ്ടപ്പെടുത്തുമോ അവർക്കാണ്. കോടതിക്ക് പോലും അവനെക്കുറിച്ചൊരു കംപ്ലൈൻ്റ് ഇല്ല. പിണറായിക്കും ഇയാൾക്കുമാണ് ഏറ്റവും വലിയ കംപ്ലൈൻറ്റ്, VD സതീശനൊക്കെ. ഇവരത്രയും ഭക്തന്മാരാണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ. ഇവിടെ ആരും ഭക്തന്മാരില്ല. തെറ്റ് ചെയ്യാത്ത ഒരുത്തനും ഈ ലോകത്ത് ഒരുത്തനും ഇല്ല. എല്ലാവരും തെറ്റിൽ കൂടി തന്നെയാണ് ശരി കണ്ടുപിടുത്തുന്നത്. അവൻ്റെ യൗവനത്തിൻ്റെ എതിര് വെച്ച് നീ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ തെറ്റ് തന്നെയാണ്, അത് തീർന്ന്. അവൻ്റെ കണ്ടുകൊണ്ടല്ലേ ഇവർ കാണുന്നത്. കമ്മ്യൂണിസ്റ്റിൽ കാണുന്ന നേതാക്കന്മാരെല്ലാം കാണുന്നത്. ഇന്ന് അവനെല്ലാവർക്കും സീറ്റ് കൊടുക്കണം. ഈ പാവം ചെറുപ്പക്കാരൻ എന്നുള്ള പിന്നെ കൊടുത്തുകൂടാ. അല്ലെങ്കിൽ അവർ കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഒറ്റയ്ക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ അവന്മാർ തനിയെ വിളിച്ചോ പാർട്ടിക്കകത്ത് ചേരാനായിട്ട്. അപ്പോൾ അവന് ചേർന്നാൽ മതിയെന്ന്. ഇപ്പം അവൻ സ്വന്തമായിട്ട് ജയിക്കട്ടെന്ന്. അവൻ്റെ ഇമേജ് നഷ്ടപ്പെടുകയോ അവൻ്റെ ഭാവി നഷ്ടപ്പെടുത്തുവാൻ അനുവദിക്കാതെ കയറി വരട്ടെന്ന്. അവൻ്റെ വാക്കുകൾ കേട്ടിട്ടിരിക്കണ്ട. ഒരു ഭാഗം ആൾക്കാരും കൂടുതലും ഇവൻ്റെ സപ്പോർട്ടുണ്ട്. നല്ലൊരു ഭാഗം ആൾക്കാർ സപ്പോർട്ടുണ്ട്. പാർട്ടിക്കകത്തുള്ളവരും സപ്പോർട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ഒരു മൂന്നിലൊരു ഭാഗം സപ്പോർട്ട് പോലും VD സതീശനില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ല. ഇവിടെ ചില നേതാക്കന്മാർ ജയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഭരണം നഷ്ടപ്പെടുത്തരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇവൻ്റെയൊക്കെ അവകാശവും ഇവൻ്റെയൊക്കെ ഈ സ്ഥാനമാനങ്ങളെ ഓർത്തുകൊണ്ട് ഇവന്മാർ പാർട്ടി വീണ്ടും തുലപ്പിക്കേണ്ട പരിപാടി ഉണ്ടാകും. അതില്ലാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ സീറ്റ് കരസ്ഥമാക്കണം. അത്രേ ഇന്നിപ്പോൾ ഞങ്ങൾ പറയുന്നുള്ളൂ. പിന്നെ കൂടെ ഇരിക്കുന്ന പയ്യന്മാർ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ്. അവരുടെ അവർ പരവൂരുള്ളവരുണ്ട്, കൊല്ലത്തുള്ളവരുണ്ട്, ഇരവിപുരത്തൂരുണ്ട്, എല്ലാം അവിടെ ആ മേഖലയിലുള്ളവരാണ്. ഇവരുടെ ഫാമിലിക്കാർക്ക് ഇഷ്ടംപോലെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പം അവരും പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ രാഹുലിന് സീറ്റ് കൊടുത്തതിന് പുള്ളിക്കാരന് തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ഫാമിലിയിലുള്ള ഒരു വോട്ട് പോലും ഇവർക്ക് കിട്ടത്തില്ല. ഞങ്ങൾ വേണ്ട ആൾക്കാരെ എല്ലായിടത്തും ഞങ്ങൾ വിളിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് വോട്ട് കൊടുക്കാത്ത നിലവിൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു പരാജയം കാണാതിരിക്കണമെങ്കിൽ പാവം ചെറുപ്പക്കാരനായ രാഹുലിന് പൂർണ്ണമായും സീറ്റ് കൊടുത്തേ മതിയാവും. ഹൈക്കമാൻഡിനോടായാലും ആരുടെ ആയാലും DCC ആയാലും ബാക്കികളായാലും ശരി തന്നെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.